നമുക്കൊപ്പം യുവസാരഥിയുണ്ട് അബിന്റെ മുഖത്തുള്ള ഒരു കോൺഫിഡൻസും ഒരു ചിരിയും എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് ഇതായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇവിടെ സ്ട്രൈക്ക് നടത്തിയെന്നൊക്കെ പറഞ്ഞ് കുറെ കൊട്ടത്തേങ്ങ കൊണ്ടുപോയി. നല്ല നാളികേരം ഞങ്ങൾ ഇങ്ങ് എടുത്തു. അതാണ് സംഭവിച്ചത്. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിന്റെ നമ്പർ 1 കോമ്രേഡ്. അതൊക്കെ തിരുത്തി പറയാൻ ഏതായാലും അവരില്ലല്ലോ. ഇത് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് കോൺഗ്രസ് പോരാളി വേരിയർ ആയിരിക്കും. അതെ, അബിനൊരു പേര് കൂടി ഇട്ടിട്ടുണ്ട് സന്ദീപ് വാര്യർക്ക്. ഇനി സന്ദീപ് വാര്യർ കോൺഗ്രസ് വേരിയർ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, സന്ദീപ് വാര്യർ വരുന്നത് സംഘടനാ പ്രശ്നങ്ങളെ തുടർന്നാണ്. പ്രത്യയശാസ്ത്രപരമായി അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? അദ്ദേഹം പറഞ്ഞ ഒരാശയമാണുള്ളൂ. അതായത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രം. ആ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ ഒരു അംഗത്വം വേണമെന്ന് പറഞ്ഞാൽ ആശയപരമായ വ്യത്യാസമാണ്. ആ ആശയപരമായ വ്യത്യാസം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസ് വാര്യർ അല്ലാതെ ആരാണ്? പിന്നെ അരുൺ, ഉറപ്പായിട്ടും ആ കൊടകര പണക്കേസ് ഉണ്ടല്ലോ, കള്ളപ്പണക്കേസ്, ഇതിന്റെ ഒരു യഥാർത്ഥ വിവരം ഒന്ന് പുറത്തു പറയുമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സന്ദീപ് അതിന്റെ കഥകൾ പറയും. ഇത് ട്രെയിലർ ആണ് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. താങ്ക് യു ശ്രീ വാഴക്കൻ. നോക്കൂ, കോൺഗ്രസ് ക്യാമ്പിൽ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു കോൺഫിഡൻസ്, അതും തെരഞ്ഞെടുപ്പിന് 4 ദിവസം ബാക്കി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ഈ ക്യാമ്പിൽ ഈ ആത്മവിശ്വാസം കാണുന്നത്.